പഠിക്കാൻ. ഒന്നാമത് പഠിക്കാനും കൊള്ളത്തില്ല. സമയത്ത് സ്കൂളിലെങ്ങാനും പോവാൻ നോക്കടാ. ഉണ്ണി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? ഉണ്ണി ചോറെടുത്തോ? അവൻ വേറെ എന്തെടുക്കാൻ പറഞ്ഞാലും ചോറെടുക്കാൻ മറക്കത്തില്ലെന്ന് നിനക്ക് അറിയാലോ. നിനക്കെന്താണ് ഇത്ര സമയം ഒരുങ്ങാൻ? അത് പിന്നെ അച്ഛനും റെഡിയാ ആ ഇന്ന് ഇറങ്ങാൻ സമയമില്ല. സ്കൂളിൽ പോകാൻ നോക്കും. നിക്കേ, നിന്റെ കണക്കിന്റെ പേപ്പർ എന്നാ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പാണല്ലോ അല്ലേ? തോറ്റിട്ടെങ്ങാണം വന്ന തോലി ഒരിക്കുന്നേ. ശരി വെറുതെ എനിക്ക് മനസ്സിലാ രാവിലത്തെ അവന്റെ വെക്കിട്ട് കയറുന്നു. അവനെ ശാസ്ത്രം നിർത്തണം. അവന്റെ പ്രായം അതാ. എനിക്ക് കഴിക്കാനായിട്ട് പഠിക്കണണ്ട. ക്രിക്കറ്റ് കളിച്ച് നടന്നോളാം. കണക്കിന് കിട്ടും. ചേട്ടൻ തോറ്റൂല്ലേ? എന്തായാലും പറഞ്ഞു നന്നായി. അച്ഛൻ വന്ന് പറയണേ. പഠിക്കുവാണോ? നിനക്കൊന്നും പഠിക്കാനില്ലേ? ഞാൻ പഠിച്ചോ. എന്നാ പിടിച്ച് കളക്ടർ ആകട്ടെ. നീ ക്രിക്കറ്റ് കളിക്കാൻ പോടാ. പോയിച്ചോ. എത്ര മണിയാകുമ്പോ എത്തി? 6 മണിയാകുമ്പോ എത്തി. എത്തിയോടി? 6 മണിക്ക് എത്തിയില്ല. 6 മണിക്ക് എത്തി. സത്യം പറ. 6 മണിക്ക് എത്തി. എത്തിയച്ചോ. എനിക്ക് ചേടുക്ക് പോയിട്ട് മടിയാ നോക്കിക്കൊണ്ടിരിക്കുന്നു. പറയാൻ പറ്റില്ല. പ്ലീസ് ഉണ്ടാതിരുന്നോ ചേട്ടാ? ചേട്ടാ ഉണ്ണിക്ക് കണക്കിന്റെ പേപ്പർ കണക്കിന്റെ പേപ്പർ കിട്ടി. എത്ര ഉണ്ട്? അത് പിന്നെ അച്ഛൻ ഞാൻ പുറത്ത് മാർക്ക് ഇങ്ങോട്ട് മാറിക്കടാ. ഇതെന്താണ് ഇത്? ഇതെന്താണ്? നിന്നോട് ഞാൻ രാവിലെ എന്താ പറഞ്ഞേ? പടിയുണ്ട് അവൻ ചോദിച്ചപ്പോ എല്ലാം അമ്മ തല്ലിട്ട് മാറി തല്ലിയത് ഞാൻ പഠിച്ചോളൂ. നീ മിണ്ടരുത്. നീ അവനെ വഷളാക്കുന്നത്. ഇവനെ ഇനി സ്കൂളിൽ വിട്ടിട്ട് ഒരു കാര്യമില്ല. ഇവ നാളെ തൊട്ടേ എന്നോട് പണിക്ക് വരട്ടെ. ഇവന് വേണ്ടി ബുക്കും പേരും മേടിച്ച് കാശ് തന്നെ ഇല്ല. പഠിക്കാൻ വന്നു ചേട്ടൻ ഒത്തിരി വേദിച്ചോ? എനിക്കൊന്നും വേദിച്ചില്ല. പിന്നെ ഇഷ്ടമുള്ളവരെല്ലാം വേദനിക്കും. ഇപ്പൊ എനിക്ക് ഒരു നേരം മറയപ്പാ. എന്താ ഉണ്ണി പറഞ്ഞേ? അച്ഛൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ തല്ലണേ? പിന്നെ സ്നേഹമുള്ളവരൊക്കെ തല്ലാണല്ലോ. അത്ര സ്നേഹം കൂടുതലാണെങ്കിൽ അച്ഛൻ നമ്മളെ തല്ലാണല്ലോ, അമ്മയെ തല്ലാണല്ലോ. ഇതെല്ലാം മാത്രമല്ലെങ്കിൽ പട്ടിയെ തല്ലണ പോലെ തല്ലില്ല. ഇതിനൊന്നും പറയാതുണ്ണി, ശാപം കിട്ടും. അച്ഛനെ കഷ്ടപ്പെടുന്നതേ എനക്കൊക്കെ വേണ്ടിട്ടാ. അപ്പൊ അച്ഛനെ ന്യായീകരിക്കാൻ നോക്കണ്ട. അച്ഛനെന്റെ ഇഷ്ടമല്ല, അതെനിക്ക് പണ്ടേ മനസ്സിലായിരുന്നു. അച്ഛന് കൂടുതൽ ഇഷ്ടം എന്താ ഇവളെ. ആർക്കും ഇഷ്ടമല്ല. അച്ഛനെ തീരെ ഇഷ്ടമല്ല. കുറച്ച് കാശുണ്ടായിരുന്നു എങ്ങോട്ടേക്ക് ഇറങ്ങി പോവായിരുന്നു. നശിച്ചു വീട്ടത്. ആർക്കും എന്നെ ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. അവനുറങ്ങിയോ? അവനിന്ന് ഒരുപാട് തല്ലി. എന്നല്ലേലും അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കരയും. എന്നാ പിന്നെ തല്ലാതിരുന്ന പോലെ മനുഷ്യ ഒന്ന് പോടി ഇടുന്ന. ഞാൻ എന്നെ ശ്വാസത്തിന് നേർവഴിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആരും നേർവഴിക്ക് കൊണ്ടുവരും. ഞാൻ തല്ലിയപ്പോ അവൻ ഒരുപാട് കരഞ്ഞു.
എന്നാ പിന്നെ ഈ സ്നേഹം നിനക്ക് അവനോട് നേരിട്ട് പ്രകടിപ്പിച്ചോടെ മനുഷ്യ. വന്ന് വന്ന് അവന്റെ മനസ്സിലിപ്പോ സ്നേഹം മാറി നിങ്ങളോട് പേടിയായി തുടങ്ങി. നോക്കിക്കോ, ഇനി അവൻ നിങ്ങളോട് മൈൻഡ് പോലും ചെയ്യൂല. ദേ, ഇവനെ എന്റെ മോനെ എന്റെ ഈ നെഞ്ചത്ത് കിടത്തിയ ഞാൻ അവനെ ഉറക്കിയത്. അവനെന്റെ സ്നേഹം മനസ്സിലാവടി. മനസ്സിലാവുന്നൊരു കാലം വരും. അവനൊരു അച്ഛനാവുമ്പോ അന്ന് അവന് മനസ്സിലാവും ഇന്നെന്തിനാ ഞാൻ അവനോട് ഇങ്ങനെ പെരുമാറിയത്. മനസ്സിനകത്ത് സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കില്ല എന്നൊരു മനുഷ്യൻ. എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. അച്ഛൻ ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഈ ചേട്ടൻ റെഡി ആവുന്നു. ഞാൻ